ഹായ് ഓൾ, എല്ലാവരും ആകാംക്ഷഭരിതമായിട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. കാരണം എന്താണ്, പ്രാക്ടിക്കൽ എക്സാമിങ് അടുത്തെത്തി. കാരണം പല സ്റ്റുഡൻസും പറയാറുണ്ട്, സാറേ ഞങ്ങൾക്ക് പറയാനേ അറിയത്തുള്ളൂ, ചെയ്യാൻ അറിയത്തില്ല. കാരണം തിയറി അറിയാം, പക്ഷെ പ്രാക്ടിക്കൽ അറിയത്തില്ല. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ളത് 3 ടൈപ്സിലുള്ള ലാംഗ്വേജസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സെക്കൻഡ് വൺ ഈസ് ഡേറ്റാബേസ് ലാംഗ്വേജ്, തേർഡ് വൺ ഈസ് വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജ്. ഈ 3 ലാംഗ്വേജിന്റെ പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ C++ പ്രോഗ്രാം ആയിക്കോട്ടെ, HTML ആയിക്കോട്ടെ, SQL ആണ്, നിങ്ങൾ നോക്കിയിരുന്ന ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് ഇറങ്ങി എന്ത് ചെയ്യുക, പ്രോഗ്രാം ചെയ്ത് പഠിക്കുക. മാക്സിമം എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ PC ഉണ്ടെങ്കിൽ മാക്സിമം, പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, പേഴ്സണൽ കമ്പ്യൂട്ടർ പോയിട്ട് അല്ലെങ്കിൽ GNI സോഫ്റ്റ്വെയർ എടുക്കുക, എന്നിട്ട് C++ പ്രോഗ്രാം ചെയ്ത് പഠിക്കുക. അപ്പോൾ C++ പ്രോഗ്രാം സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് എന്താണ് കുറേ എറേഴ്സ് വരും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ BCA ഡിഗ്രിയിലാണ് ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കാണുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടു, അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ചെന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തപ്പോൾ അവിടെ വന്ന എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 എറേഴ്സ് ആണ്. ആ 10 എറേഴ്സ് എനിക്ക് സോൾവ് ചെയ്യാൻ കണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ദിവസമായിരുന്നു. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മെൻറ്റേഴ്സോ ആരും ഇല്ലായിരുന്നു ആ ടൈമിൽ. ഓക്കെ, അങ്ങനെ 5 ദിവസം കൊണ്ടാണ് മാക്സിമം എന്താണ് ഞാൻ ആ എറേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങളും ഈ ഒരു C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, HTML ആയിക്കോട്ടെ, SQL ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് പ്രോഗ്രാംസ് ആണെങ്കിലും എന്താണ് നിങ്ങൾ ഒരിക്കലും പഠിക്കണമെങ്കിൽ എന്താണ് മാക്സിമം എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. അല്ല ഒരിക്കലും നോക്കിയിരുന്നാൽ പഠിക്കാൻ പറ്റത്തില്ല. ഇനി ആദ്യമായിട്ട് നോക്കാം C++ ലാംഗ്വേജിനെ കുറിച്ച് പറയാം. C++ നിങ്ങൾക്ക് 10 പ്രോഗ്രാംസ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിനുള്ളത് അല്ലേ. ആ 10 പ്രോഗ്രാംസിൽ ഒരു പ്രോഗ്രാം തന്നെ ആയിരിക്കും വെക്കുന്നത്. ആ 10 പ്രോഗ്രാംസ് നിങ്ങളെ കൊണ്ട് ഇപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം എഴുതി തന്നെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരിക്കലും ബുക്ക് നോക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കമ്പൈലർ പോയി റൈറ്റ് ചെയ്യുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ തനിയെ സോൾവ് ചെയ്ത് പോവുക. എന്നാൽ മാത്രമേ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് കൂടുതൽ ഡിസൈനിങ്ങിലും വലിയ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രം മതി, അഥവാ കോഡ് കറക്റ്റായാൽ മാത്രം മതി, വേറെ ഒന്നും കാര്യമില്ല. പക്ഷേ ഇനി HTML വരുവാണെങ്കിലോ, HTML പക്ക ഡിസൈനിങ് ആണ്. ഒരു വെബ് പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നിങ്ങൾ ഈ +2 പഠിക്കുന്നത് അല്ലേ. അപ്പോൾ പക്ക എങ്ങനെയാണ് കളേഴ്സ് കൊടുക്കണമെങ്കിൽ കളേഴ്സ് കൊടുക്കാം, ദെൻ ഇമേജസ് കൊടുക്കണം ഇമേജസ് കൊടുക്കാം, ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം. അത്തരത്തിൽ ഒരു വെബ് പേജിനെ എങ്ങനെ അട്രാക്റ്റീവായിട്ട് ആക്കാം എന്നുള്ളതാണ് HTML നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവിടെ ഡിസൈനിങ്ങിനാണ് അവിടെ മാർക്ക് കിട്ടുന്നത് കേട്ടോ. അവിടെ മാക്സിമം ഡിസൈൻ ചെയ്യാൻ നോക്കുക. എന്നിട്ട് മൂന്നാമത്തെയാണ് ഡേറ്റാബേസ് ലാംഗ്വേജ് SQL പ്രോഗ്രാംസിലോട്ട് വരികയാണെങ്കിൽ, SQL പ്രോഗ്രാംസ് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ കുറച്ച് വിഭിന്നമായിട്ടുള്ള പ്രോഗ്രാമാണ് അല്ലേ. അതായത് നിങ്ങൾക്ക് എന്താണ് കുറേ ക്വറീസ് ഒക്കെ ആണെങ്കിൽ പഠിച്ച് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ഇൻസർട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ സബ് ക്വറീസ് എല്ലാം ചെയ്യുക. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആയിരിക്കാം. മിക്കവാറും സ്കൂളുകളിൽ ഈ SQL ക്വറീസ് വെക്കാറില്ല. എന്നാലും SQL പഠിച്ചു വെച്ചേ കേട്ടോ. SQL എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ തിയറി എക്സാമിന് ചോദിക്കുന്ന അതേ ക്വറീസ് തന്നെയാണ് പ്രാക്ടിക്കലിന് വരുന്നത് കേട്ടോ. അതുകൊണ്ട് മാക്സിമം തിയറി പഠിച്ചാൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ സാധിക്കുന്നതാണിത് SQL ക്വറീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചുള്ള ഒരു അവലോകനം എന്ന് പറഞ്ഞാൽ. അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, എന്നിട്ട് ആ ലൈക്ക് ബട്ടൺ അമർത്തുക.